ഈ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് നമുക്ക് ഇന്ന് നല്ലൊരു അവിയൽ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മുടെ ചേന ഇച്ചിരി വേവുള്ള ചേന കേട്ടോ, അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാനിതാ ചേനയൊക്കെ ഈ നീളത്തിന് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്, ഒരുപാട് കട്ടിക്കൊന്നും എടുത്തിട്ടില്ല. ഈ ചേന നമുക്കൊന്ന് ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചേന വഴന്ന് വന്നതിന് ശേഷം ഞാനിവിടെ വള്ളിപ്പയർ ഒരു 3-4 പയറെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു വലിയ ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നീളത്തിലെല്ലാം നമ്മൾ അവിയലിന് അരിയുമ്പോൾ നീളത്തിൽ അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഇതാ വെള്ളരിക്ക, ഒരു ചെറിയ പീസ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുക്കാം. പടവലങ്ങ, ഒരു ചെറിയ പീസ് പടവലങ്ങ. ഇനി ഇതിലേക്ക് കായ എടുത്തിട്ടുണ്ട്. കറിക്കായ കേട്ടോ ഇതെടുത്തേക്കുന്നത്, ഏത്തക്കായ അല്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറി ലീഫ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം മാത്രം മുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം എല്ലാ സ്ഥലത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഞാൻ ആ കപ്പിനെടുത്തിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് മിക്സാക്കി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിതാ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4-5 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ജീരകം, നല്ല ജീരകം അഥവാ ചെറിയ ജീരകം എന്ന് പറയത്തില്ല, അതാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല. ഈ ഒരു പരുവത്തിന് വേണം നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് നോക്കാം, ആ വെള്ളം എല്ലാം ഇതായി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് വെജിറ്റബിൾസൊക്കെ. ഈ സമയം നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരുന്ന തേങ്ങാക്കൂട്ടെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് പൊത്തി വെച്ച് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കണം. ഈ തേങ്ങയുടെ പച്ചമണം എല്ലാം ഒന്ന്, മസാലയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഇതാ ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് ചെറിയ തീയിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഇതാക്കി എടുക്കുമ്പോൾ നല്ലപോലെ ആ സ്മെല്ലെല്ലാം മാറി നല്ലപോലെ തേങ്ങയൊക്കെ ആ പരുവത്തിനൊന്ന് ഇതായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ പുളിക്ക് മാങ്ങയോ തക്കാളിയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനിതാ 2 സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി കുറച്ച് കറി ലീഫ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി ഇളക്കിയെടുത്താൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഓണ റെസിപ്പി ഇടണമല്ലോ, അതുകൊണ്ട് നമ്മളിതൊക്കെ ഈ അവിയലൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എന്നാലും ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് അവിയൽ മാറ്റി വയ്ക്കാം. അപ്പോൾ ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ തന്നെ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ മുരിങ്ങക്കോലൊക്കെ വെന്തിങ്ങനെ ഉടഞ്ഞു പോവാതെ നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അടിപൊളി അവിയലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തന്നെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കുമ്പോഴാണ് ഒന്നുകൂടെ ഒരു സന്തോഷവും വീഡിയോ ചെയ്യണം എന്നുള്ള ഉത്സാഹമൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഒത്തിരി സ്നേഹമുണ്ട് നിങ്ങളോട് എനിക്ക്. അപ്പോൾ ലൈക്ക് അടിക്കുക കേട്ടോ.